നിലമ്പൂരിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാന എതിരാളി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. 1.5 കിലോമീറ്ററിനകലെ കൂടി പോകുന്ന ഒരു വള്ളി പോലും ഓട്ടോ പിടിച്ചു പോയി അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ചു പോയി കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. കഴുത്തിലിട്ടിരിക്കുന്ന പണി തന്നെയാണ് നിലമ്പൂരിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ UDF-ന് ഉള്ള അസ്വാരസം വളരെ വ്യക്തമാണ്. പുട്ടിന് വില എന്ന പോലെ എപ്പോഴും ഒരുമിച്ച് കാണുന്നവരായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. പക്ഷേ ഇന്നാണെങ്കിൽ ഒരു സംഭവം നടന്നു. സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ആ ചിത്രം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ചിത്രം. എല്ലായിടത്തും ഒരുമിച്ച് മിക്ക ഫോട്ടോകളിലും ഒന്നിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി ഒഴിവാക്കിയോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. എങ്ങനെയാണ് ഒഴിവാക്കാതിരിക്കാൻ പറ്റുന്നത്? 1-2 വള്ളികളാണോ പിടിച്ചു കൊണ്ടുവരുന്നത്? അവസാനം കർത്തവ്യ നിർവഹണത്തിന് എത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ നേർക്ക് ചാടി കയറിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെർഫോമൻസ്. അതും പാളിയതോടെ ഇനി രാഹുലിനെ കൂടെ നിർത്തുന്നത് പ്രശ്നമാണ് എന്ന് ഷാഫിക്ക് ഉറപ്പായി തോന്നിക്കാണും. സ്വാഭാവികം മാത്രം. കോൺഗ്രസിന്റെ യുവ തർക്കികളുടെ തെരുവ് നാടകത്തെ പറ്റി പ്രതിപക്ഷ നേതാവിന്റെ അടുക്കൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പുറകിൽ ആളുണ്ട് എന്ന് പറഞ്ഞ് ഓടേണ്ട ഓട്ടമായിരുന്നു VD സതീശൻ. പുറകെ വന്ന PC വിഷ്ണുനാഥിന്റെ നേർക്ക് മാധ്യമങ്ങൾ തിരിഞ്ഞപ്പോ അതാ PC-യും ഓടിക്കളയുകയായിരുന്നു. ഇങ്ങനെ നേതാക്കളെ ഓടിക്കുന്ന ജൂനിയർ MLA അവർ ഇനിയും കൂടെ കൊണ്ട് നടക്കുമോ? എന്തായാലും ട്രോളന്മാർക്ക് ചാകരയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ആദ്യം OLX, പിന്നീട് ഇരുട്ടിന്റെ മറവിലെ കുരുട്ട് ഓപ്പറേഷൻ, ഇപ്പോൾ ഇതാ റോഡ് ഷോ. മുമ്പേ തന്നെ വ്യാജ കേസിൽ വ്യാജൻ എന്നുള്ള വെളുപ്പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. ഇനി പുതിയ ഒരു പേരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാനില്ല. എന്തായാലും ഷാഫിയുടെ പെട്ടിയുമായി നടന്നിരുന്ന സ്വന്തം കവർ ഫോട്ടോയിൽ പോലും ഷാഫിക്ക് ചേർത്ത് പിടിച്ച രാഹുൽ ഇപ്പോൾ എന്തെടുക്കുകയാണ് എന്ന് ആർക്കും അറിയില്ല. നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ പെട്ടി തുറന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു പോലീസ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും വടകര MP ഷാഫി പറമ്പിലും എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ തന്നെയാണ് അവരുടെ പെട്ടികളിലുമൊക്കെയാണ് പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ രാത്രി 10 മണിയോടെയാണ് സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. നിലമ്പൂർ വളപ്പുരം കനോലി പ്ലോട്ടിന് സമീപത്ത് വെച്ചാണ് പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത്. പോലീസിന്റെ സാധാരണ ഒരു പരിശോധനയായിരുന്നു ഇത്. ജനപ്രതിനിധികളാണ് എന്ന് മനസ്സിലായില്ലായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കിയ കാര്യവുമായിരുന്നു. എന്നാൽ സംഭവത്തിൽ പരാതി ഇല്ല എന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടയിലും സമാനമായ സംഭവം നടന്ന കാര്യം തന്നെയാണ്. പ്രചാരണം നടക്കവേ അടുത്ത രാത്രി കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന KPM ഹോട്ടലിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്ന് പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീല ട്രോളി ബാഗിലാണ് കള്ളപ്പണം കൊണ്ടുവന്നത് എന്നായിരുന്നു പിന്നീടുണ്ടായിരുന്ന ഒരു പ്രധാന ആരോപണം. പിന്നാലെ നീല ട്രോളി ബാഗുമായി മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതേ ഒരു ഷോ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കൂടി ഇവിടെ നടത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഏക്കുന്നില്ല. ഒന്നും ഏക്കാതെ സ്വരാജിന് വൻ സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 19 നടക്കുന്ന ഇലക്ഷനിൽ അത് വളരെ വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്യും.